LDFിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിനും മാവോയിസ്റ്റുകളുടെ നുഴഞ്ഞുകയറ്റ ഭീഷണിക്കുമിടയിൽ മുഖ്യമന്ത്രിയുടെ രണ്ടാംഘട്ട ജനസമ്പർക്ക പരിപാടിക്ക് സമാപനം. 3500-ലേറെ പോലീസും തണ്ടർബോൾട്ട് അടക്കമുള്ള പ്രത്യേക സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നു കണ്ണൂരിലെ ജനസമ്പർക്ക പരിപാടി. 16,000 അപേക്ഷകർക്ക് 4,19,70,000 രൂപയുടെ സഹായം മുഖ്യമന്ത്രി അനുവദിച്ചു. 10,000-ഓളം പുതിയ അപേക്ഷകളും മുഖ്യമന്ത്രി സ്വീകരിച്ചു. രാവിലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന വേദിക്കരികിലേക്ക് കരിങ്കൊടി പ്രതിഷേധവുമായെത്തിയ LDF പ്രവർത്തകരെ മുനിസിപ്പൽ സ്കൂളിന് മുന്നിൽ ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാര് പോയി ആ സ്ത്രീയുടെ വീട്ടുവളപ്പിൽ 3 വാഴ വെട്ടുക, ഇത് LDFുകാർ നടത്തി എന്ന് വരുത്തി തീർക്കാം. പക്ഷെ ജനം തിരിച്ചറിഞ്ഞു. അവിടെ മുണ്ടൻ തലയിലിട്ട് ഓടി ഒളിക്കേണ്ട അവസ്ഥയാണ് ഈ UDFുകാർക്ക് വന്നിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ ഇന്ന് പുലർച്ചെ വരെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളും പോലീസ് തടഞ്ഞത് സാധാരണ ജനങ്ങളെ വലച്ചു. ഇതുമൂലം പരാതിക്കാരല്ലാത്തവർക്ക് ഇന്നലെ നഗരത്തിൽ പ്രവേശിക്കാനായില്ല. ഇതിനിടയിൽ EP ജയരാജന്റെ സഹോദരി EP ഓമന ജനസമ്പർക്ക പരിപാടിയുടെ വേദിയിലെത്തിയത് വിവാദമായി. ജില്ലയിലെ മറ്റൊരു CPM നേതാവിന്റെ ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. എന്നാൽ EP ഓമനയ്ക്ക് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല. സംഘം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയതാണെന്ന അഭ്യൂഹത്തെ തുടർന്ന് പോലീസ് പരിശോധന ശക്തമാക്കിയതിനാൽ ഇവർ തിരിച്ചുപോയി. മീഡിയ 1 കണ്ണൂർ.